താഴ്ന്ന നിലത്തെ നീരോടു, അവിടെ ദൈവം കൃപ ചെയ്യും. വിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന വാക്കുകളാണ് ഇവ. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ 2 ശിഷ്യന്മാരെ അടുക്കലായി വിളിച്ച് ഓരോ മുറിയും കാണിച്ച് അല്പം പണവും നൽകി പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് തന്നിട്ടുള്ള മുറികളിൽ എന്തെല്ലാമോ വാങ്ങി നിറയ്ക്കുക എന്ന്. ഒന്നാമത്തെ ശിഷ്യനാകട്ടെ വളരെ ധൃതിപ്പെട്ട് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാലിന്യങ്ങൾ വാങ്ങി തൻ്റെ മുറിയെ നിറച്ചു. രണ്ടാമത്തെ ശിഷ്യൻ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം എന്തെല്ലാമോ വാങ്ങി തൻ്റെ മുറിയിലേക്ക് പോയി. നിശ്ചിത സമയത്തിന് ശേഷം ഗുരു തൻ്റെ ശിഷ്യന്മാരെ കാണുവാനായി വന്നു. ഒന്നാമത്തെ ശിഷ്യന്റെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ ദുർഗന്ധം അനുഭവപ്പെട്ടു. രണ്ടാമത്തെ ശിഷ്യന്റെ മുറി തുറന്നപ്പോൾ ആകട്ടെ അത് നിറയെ വെളിച്ചവും. ശിഷ്യൻ പറഞ്ഞു, അങ്ങ് നൽകിയ പൈസ കൊണ്ട് ഞാൻ ഒരു ദീപം വാങ്ങി നാട്ടി ഈ മുറിയെ വെളിച്ചം കൊണ്ട് നിറച്ചിരിക്കുന്നുവെന്ന്. ഗുരു തൻ്റെ ശിഷ്യന്മാരോടെ പറഞ്ഞു, സ്വയം ജ്വലിക്കുന്ന ഒരു ദീപത്തിന് മാത്രമേ മറ്റൊരു ദീപത്തെ ജ്വലിപ്പിക്കുവാൻ ആകൂ. അതുപോലെ തന്നെ ഒന്നാമത്തെ ശിഷ്യന്റെ ജീവിതത്തിന് അനുസൃതമായിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ കുപ്പകൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും നിറയ്ക്കുന്നവരാണോ നാം എന്നും, രണ്ടാമത്തെ ശിഷ്യനെ പോലെയും പരിശുദ്ധന്മാരെയും ദൈവമാതാവിനെ പോലെയും സ്വന്തം ജീവിതത്തിലെ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്നവരാണോ നാം എന്നും ചിന്തിക്കുവാൻ ഈ ശൂനോയ നോമ്പിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.